ഗൈസ്, വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ദിവസം ഫുള്ള് നോറിൻ്റെ അടുത്ത് കേട്ടോ. ഇനി തിങ്കളാഴ്ചയാണ് നമ്മൾ എക്സാമിന് പോവുക. അപ്പം ഇന്നത്തെ വീഡിയോ കാര്യം ഇന്നലത്തെ പോലെ തന്നെ ഒരു ടൈമില്ലേ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ നോറിൻ്റെ വീട്ടിലാണുള്ളത്. സമയത്തെ ഞാൻ 8:45 നമ്മളിപ്പോൾ ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഓരോ ബിസ്ക്കറ്റും, എനിക്ക് ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചൂടാണ് കുടിക്കുന്നത്. അപ്പം ബാക്കിയുള്ള വീഡിയോ നമുക്ക് എന്തെല്ലാം ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഫുഡ് കാര്യമെല്ലാം നമ്മൾ കുറച്ച് ഇങ്ങനെ പയ്യെ ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ സെക്കൻഡ് ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്. കുറേ സന്തോഷവും സങ്കടവും മെമ്മറീസും കളിയും ചിരി എല്ലാവരും അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവരും സ്റ്റിൽ ഹിയർ. ഓക്കെ, ഷെയറിങ് ഈസ് കെയറിങ് അല്ലേ. പിന്നെ ബിസ്ക്കറ്റ് നമുക്ക് ഷെയർ ആക്കി കൊടുക്കാം. ടേക്ക് വൺ പീസ്. മറ്റൊരു ബാത്റൂമിലുള്ളത് ഇത് പൈമക്കുള്ളതാട്ടോ. ഞാൻ 10ൻ്റെ ഓറിയാൻ വാങ്ങിച്ചത്. ഒരടങ്ങാറ് കണ്ടോട് പഠിച്ചോട്ടെ. നമുക്കിനി പൈമൊക്കെ എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങാം. വെള്ളം കുടിച്ചിട്ട് വാട്ട് എ സ്പീഷ്യസ് പ്ലേസ്. അപ്പം നമുക്ക് പഠിക്കാം. നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്ന മൈസൂർ തിരൂർ സ്റ്റൈലാ. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസിലാണ്. ഇനി ബാക്കി ചുടുമ്പോഴും ഉണ്ടാക്കുന്നവരെല്ലാം കാണിച്ചതല്ലേ. നമ്മുടെ മുട്ട ഇവിടെ നമ്മള് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. സെൽവ് ചെയ്ത സവാള ഇത് ഞങ്ങക്ക് ഉച്ചക്ക് ഉച്ചക്കുള്ള പുല്ലിന്റെ ഒരു ഇതാണ് കേട്ടോ. മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പേസ്റ്റ്, ഉള്ളി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, തക്കാളി ഇട്ട് നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് വഴറ്റി എടുക്കാം. നമ്മൾ ദോശ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ നോട്ട് വരുന്നുണ്ട്. നല്ല വഴറ്റിയിട്ട് നല്ല സ്പൈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയുന്നത്. എനിക്ക് ദോശയല്ലേ കഴിച്ചേ, ദോശക്ക് കുറച്ചും കൂടി ഒരു അഴവിൽ കറിയിട്ടാം. സോ നമ്മൾ അതിൻ്റെതായ രീതിയിലാക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ബാക്കി കാണാൻ കുറച്ച് ദോശ ഇടങ്ങി നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ട്. അതെ, പോവാ മുട്ട ഓരോന്നായി തോർത്തിയെടുക്കാം. അതിനുശേഷം അടച്ച് വെക്കും. ഞാനും സെറ്റ് ചായ ആടുന്ന വന്നുണ്ട്. ദോശ ഇടുന്ന ഇനിയും ആയിട്ടില്ല. എല്ലാവർക്കും. അപ്പം ഇതാ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗായ്സ്. താങ്ക് യു. വ്യാപങ്ങളുടെ കോഫി. സ്നേഹത്തോടെ സെഫ്ലയുടെ മധുരടാ.
1532. സെൽവൻ്റെ ഡേഡിക്ക് ഞമ്മക്ക് ഷവർമയും മേഘയെല്ലാം മേടിച്ചിരണം എന്നുള്ള പൂജ കൊണ്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞില്ലേ കഴിച്ചേ. ഇനി ഫൈം എന്ന് വിചാരിച്ചാൽ ജ്യൂസ് കിട്ടും. സെൽവൻ്റെ ട്രീറ്റ് ആയിട്ടുള്ള ഷവർമ മേടിക്കാൻ വന്നതാണ് ഇപ്പോൾ നമ്മൾ. അതിനെ നോക്കുകയാണ്. അതാണ് നമ്മുടെ ഡെലിവറി മേൽ. നല്ല ശബ്ദം കുറവുണ്ടാവും, കാരണം കുറച്ചൊക്കെ നല്ല വണ്ടിയിൽ ഇങ്ങനെ പോകണം. ഇനിയുണ്ട് കുറച്ചുകൂടി കുറച്ചൊക്കെ വരാൻ. നൗറിനാണ് പൈസ സാധനം ഓർഡർ ഇതാട്ടോ നമ്മുടെ ഫുഡ്. എൻ്റെ പാപ്പാൻ്റെ നല്ല സ്നേഹമുള്ള ഉപ്പയാണ്. നമുക്ക് നമ്മളെ ഷവർമ കഴിക്കാം. നമ്മളിപ്പോൾ പോകുന്നത് കടയിലേക്ക് കേട്ടോ. ഞാനുണ്ട്, ഫൈമുണ്ട്, ദഫ്ലുണ്ട്. നമ്മൾ ചായക്ക് എന്തെങ്കിലും മേടിക്കാൻ പോകുന്നതാണ്. ഒരു ദിവസം ഇവിടെ അടുത്ത കട. അപ്പം നമുക്കിനി കടയിലെത്തിയിട്ട് കാണേ. ഇതാട്ടോ നമ്മളെ കട. ഇവിടെ നിന്നാണ് ഞങ്ങൾ ചായൻ്റെ കടയിലൊന്നുമില്ല. കട്ട്ലേറ്റ് ഒരു പരിപാടി എല്ലാം മുതിയ ഉള്ളത് വാങ്ങാം. 3 കട്ട്ലേറ്റേ ഉള്ളൂ. കോഴിയടാന്നറിയോ ഇത് കട്ട്ലേറ്റ്? അത് അങ്ങനെ ഇതിൻ്റെ ഒരു ഷേപ്പ് വെച്ച് അറിയുന്ന 40. ഇനി ഫൈമൊക്കെ എന്തോണ്ടേ? 2 ഓക്കെയാണ്. സാധനം ടേസ്റ്റ് ഉണ്ടാ? കുഴപ്പമില്ല കഴിച്ചു. നമ്മൾ വരുമ്പോൾ കിട്ടുന്ന സാധനം എല്ലാം കഴിയും. സോ സാഡ്. രാത്രി റോട്ടിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് എക്സ്ട്രീംലി വേറെ ലെവലാണ് അല്ലേ? എന്താ വെറുതെ ഓല് വിചാരിക്കും നമുക്ക് ഇങ്ങനത്തെ വീടൊന്നും ഇല്ലാത്ത ഇതിലും വലിയ വീട് കണ്ടവനാടാ. എന്താടി ഓട്ടോ വണ്ടി ഒക്കെ ഉണ്ട് കാഴ്ച. ഈ നാട്ടിൽ എല്ലാം ഉള്ളൊരു നാടാട്ടോ ഈ പുളിക്കലെന്ന് പറയുന്നത്. ആ കാണുന്നത് നമ്മളെ വീട്. ആർക്കും എന്തേ കൊറിയറല്ലോ കൊളാബ് ചെയ്യാനുണ്ടെങ്കിൽ ആദ്യമൊക്കെ പുളിക്കൽ. ഈ കാണുന്നത് ഞങ്ങളുടെ വീതിയാട്ടോ. അതാണ് ഞങ്ങളുടെ വീട്. അവിടെ അത് ക്യാമറ ലൈറ്റ് അടിക്കുന്നു. നമ്മളെ വീടെത്തി. നമ്മൾ പ്രതീക്ഷിച്ച സാധനം നമുക്ക് അവിടെ നിന്നും കിട്ടിയില്ല. സോ വി വിൽ റീച്ച്ഡ് അവർ ഹോം ഫൈനലി. ഫുള്ള് പുല്ലാട്ടോ ഇവിടെ. ആൾ താമസം ഇല്ലായിട്ടാണ് ഇങ്ങനെ പുല്ല്. അന്നോ ക്യാമറ ഓണാടി. ഞങ്ങളുടെ വീടെത്തി. ക്യാമറ ഓണാണ്. ക്യാമറ സോറി ഞാൻ ഒരു തുറക്ക് സീന്. ഇതായിട്ട് നമ്മൾ മേടിച്ചത് 3 കട്ട്ലേറ്റ് പരിപ്പൊടി. അവിടെ പ്രതീക്ഷിച്ച സാധനമൊന്നുമില്ല. സോ സാഡ്. ഫൈമ 2 ഓക്കെ മേടിച്ചു. കുട്ടി വയറ് കിടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവർക്ക് നല്ല ജലദോഷം പിടിച്ചിട്ട് മോളെ വീട്ടിൽ നിന്ന് ഷോക്ക് എടുത്ത വളരാൻ പറ്റുന്നില്ല. ആകെ ഇടങ്ങാറായി കുട്ടി. സോ യം ആൻഡ് സേഫ്. ഇത് പരിപ്പൊടി വേണ്ടേ? പരിപ്പൊടി ഇഷ്ടം കൂടിയോന്നൊരു സംശയം തരില്ല. ഇല്ല സോയാബീന്
രാത്രിക്കുള്ള അരി സോയാബീൻ നമ്മളിവിടെ വെള്ളത്തിലിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുഷ്ക ഉണ്ടാക്കുന്ന പഴയ ഗ്രീൻ പീസാണ് അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതും കൂടി ഇവിടെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് നമ്മുടെ ഹോസ്റ്റലിൽ മീൻ രാത്രി മറ്റേ വെള്ളിയാഴ്ച നല്ല ലേറ്റ് ആയിട്ടോ നമ്മൾ ഈ ദിവസം ഫുഡ് ഉണ്ടാക്കാൻ ഇറങ്ങിയത്. നമ്മൾ ചായ എല്ലാം കുടിച്ച് വയറ് ഫുള്ളിനുണ്ട്, ആർക്കും ഫുഡ് വേണ്ടാന്നുള്ള രീതിയിൽ നിന്നപ്പോൾ പിന്നെ എന്തായാലും ചോറ് കഴിക്കണമല്ലോ. നമ്മൾ ഉച്ചക്കും ചോറ് കഴിച്ചിട്ടില്ല, അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 കണക്കാക്കിയിട്ട് ആവശ്യത്തിന് പുഷ്ക ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് നേരം പഠിച്ച് പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ഇരുന്നിട്ട് ബൈ.